ഇപ്പോൾ ഗവൺമെൻറ് എടുത്ത നടപടിയിൽ കോൺഗ്രസ് ഒട്ടും സംതൃപ്തരല്ല. ഇത് സ്വാഭാവിക നടപടിയാണ്. ഏത് പരാതി വന്നു കഴിഞ്ഞാലും ഒരു സസ്പെൻഷൻ ആവാം. സസ്പെൻഷൻ എന്ന് പറയുന്ന വലിയൊരു പണിഷ്മെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയാണെങ്കിൽ അംഗീകരിക്കുന്ന പ്രശ്നമല്ല. അതല്ല, എത്രയും പെട്ടെന്ന് അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഡിമാൻഡ് അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല എങ്കിൽ ശക്തമായ നടപടികൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ നടത്തും. അതിൽ യാതൊരു തർക്കവുമില്ല. ഇവർ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നവരെയുള്ള സമരം നേതൃത്വം നൽകാൻ കോൺഗ്രസ് ഉണ്ടാവും. സമാനമായ നിരവധി കേസുകളും കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടല്ലോ. സുജിത്തിൻ്റെ കേസിന് പുറമെ കേരളത്തിലെ പോലീസ് ഇന്ന് ദേശീയ തലത്തിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കുപ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇന്ന് ദേശീയ തലത്തിൽ പല മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ രീതിയിൽ വലിയ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന കേരളത്തിലെ പോലീസിനെ കുറിച്ച് വളരെ മോശമായൊരു ഇമേജ് ഇന്ന് രാജ്യത്ത് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ പല പോലീസ് സ്റ്റേഷനുകളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ള ചർച്ച ഇന്ന് പുറത്തു വരുന്നു. അത്തരത്തിലുള്ള അവിടുത്തെ വീഡിയോ ക്യാമറകളുടെ ക്ലിപ്പിംഗ് ലഭിക്കുന്നതിന് വേണ്ടി വിവരാവകാശ കമ്മീഷന് ദിവസവും അപേക്ഷകൾ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്ന എന്താണ്? വളരെ മോശമായ രീതിയിൽ പോലീസ് ഇന്ന് കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് വരെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. മുഖ്യമന്ത്രിയാണ് ഇതിനുള്ള പ്രചോദനം. കേരളത്തിലെ പോലീസിന് എന്തും ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്രേരണ ലഭിച്ചത് അല്ലെങ്കിൽ പ്രചോദനമായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ നടപടികളാണ്. സ്വന്തം ഗവൺമെൻറ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും ചെടിച്ചട്ടിയെടുത്ത് തലയ്ക്കടിക്കുമ്പോൾ അത് സംരക്ഷണമാണ്, സുരക്ഷിതത്വം നൽകലാണെന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞ പിന്നെ പോലീസിന് എന്തും ചെയ്യാലോ. അതുകൊണ്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് ഇത്തരത്തിലുള്ള മർദ്ദന കേന്ദ്രങ്ങളായി ഇടിമുറികളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പോലീസിനെ നിയന്ത്രിക്കേണ്ട മുഖ്യമന്ത്രി പോലീസിനെ ഇന്ന് കയറൂരി വിട്ട് എന്തും ചെയ്യാവുന്ന രീതിയിലേക്ക് എത്തിച്ചു എന്നതിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. ഞങ്ങൾ നിരന്തരമായ സമരത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ശക്തമായ സമരത്തിലാണ്. ആ സമരം തുടരും. തിരുത്തേണ്ടത് ജനങ്ങളാണ്. അതിന് ഏതാനും മാസങ്ങൾ കാത്തിരുന്നു കഴിഞ്ഞാൽ ആ തിരുത്തൽ ജനങ്ങൾ നടത്തും. 2026 മാർച്ച് ഏപ്രിൽ മാസത്തിന് ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ. അതുവരെ മാത്രമേ ഈ രീതിയിൽ ഈ ഗവൺമെൻറ്റിന് മുഖ്യമന്ത്രിക്ക് പോകാൻ കഴിയൂ. കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ ശക്തമായി തിരുത്തായിരിക്കും. ഒരു കാലഘട്ടത്തിലും കേരളത്തിൽ CPM-ന് കിട്ടാത്ത തിരിച്ചടി വരാനിരിക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടാകും. കോൺഗ്രസിൻ്റെ നേതാക്കളെ തന്നെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൻ്റെ തന്നെ ആളുകൾ പലപ്പോഴും ഈ സൈബർ പോരാളികളൊക്കെ പറയുന്ന ആളുകൾക്ക് വലിയ തോതിൽ വിമർശിക്കുന്നു. ഗ്രൂപ്പ് തിരിഞ്ഞ് ടാർഗറ്റ് ചെയ്ത് ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ കണ്ടില്ല. അത് നിങ്ങൾ തെറ്റായ ധാരണ. ഇന്ന് പല സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ? കോൺഗ്രസിൻ്റെ സാഹചര്യത്തിൽ ഏതെങ്കിലും ലൈൻ ഉണ്ടാക്കിക്കൊണ്ട് CPM-കാർക്ക് ഉണ്ടാക്കാം, മറ്റുള്ളവർക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ പല രീതിയിലും ഇന്ന് CPM-ൻ്റെ പ്രവർത്തകർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലാതെ കോൺഗ്രസിനകത്ത് അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ വളരെ ശക്തമായ രീതിയിൽ കോൺഗ്രസിൻ്റെ ആശയപ്രചരണങ്ങളും ഈ ഗവൺമെൻറ്റിനെതിരായ തെറ്റായ കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മറിച്ചുള്ള പ്രചരണം ശരിയല്ല. അറ്റാക്ക് നടത്തുന്നവരാരും കോൺഗ്രസ്സുകാരല്ല. സൈബർ അറ്റാക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മീഡിയ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാര്യങ്ങൾക്കാണ്. കോൺഗ്രസിൻ്റെ കർമ്മപരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ന് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭജനത്തിൻ്റെ, വിഭാഗീയതയുടെ, വർഗീയതയുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ അതിനെ ആക്രമണം പേരിട്ടാലും അത് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രചരണമാണ് ഞങ്ങളുടെ മീഡിയ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് അത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹാൻഡിലുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് പറയാവുന്ന എങ്ങനെയാണ്? CPM-കാർക്ക് എന്തും ഇതിനകത്ത് ഉണ്ടാക്കിക്കൂടെ? കോൺഗ്രസിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിനപ്പുറത്ത് കോൺഗ്രസ്സുകാരൊന്നും ചെയ്യുന്നില്ല. അത് തെറ്റായ പ്രചരണമാണ്.